നമസ്കാരം, ഞാൻ മനോജ് നെടിയക്കൽ. ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27 ദിവസത്തിനിടെ 25 രൂപ ഇടിഞ്ഞ് റബ്ബർ. ടയർ കമ്പനികൾ റബ്ബർ വാങ്ങുന്നില്ലെന്ന് റിപ്പോർട്ട്. 27 ദിവസത്തിനിടെ 25 രൂപ കുറഞ്ഞ് റബ്ബർ വിപണി. ജൂലൈ 22-ന് കോട്ടയത്ത് RSS 4-ന് 215 രൂപ വരെയും വ്യാപാരം നടന്നിടത്ത് ഓഗസ്റ്റ് 18-ന് വില 190 രൂപയായി. ടയർ കമ്പനികൾ റബ്ബർ വാങ്ങാത്തതാണ് വില വീഴ്ത്തുന്നത്. അന്താരാഷ്ട്ര വിപണിയിലും വീഴ്ച തുടരുകയാണ്. RSS 4-ന് ബാങ്കോക്ക് വില 185 രൂപ 96 പൈസയാണ്. മറ്റു വിപണികളിലും സമാനമായ പ്രവണത കാണിച്ചു. ഇന്ത്യൻ വില മെച്ചപ്പെട്ട നിലയിൽ രേഖപ്പെടുത്തുന്ന റബ്ബർ ബോർഡിൻ്റെ പട്ടികയിലും ചുവപ്പ് കലർന്നു. RSS 4-ന് 198 രൂപയാണ് അവർ രേഖപ്പെടുത്തിയ വില. ഇടവിട്ടുള്ള ശക്തമായ മഴ കേരളത്തിൽ വിളവെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. മഴമറ ഇട്ടവർക്ക് പോലും രാത്രി മുഴുവൻ തുടരുന്ന മഴയിൽ പ്രതീക്ഷ നഷ്ടമായി. ഓണത്തോടെ മെച്ചമായ വിലയിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷ ഉണ്ടായാലേ ടാപ്പിംഗ് ഉഷാറാകൂ. ചൈനീസ് ഏജൻസികൾ വിപണി വിട്ടു എന്നാണ് തായ് കർഷകർ ആരോപിക്കുന്നത്. കച്ചവട സാധ്യതകളുടെ മാറ്റം മറിച്ചിൽ കാരണം ചൈനീസ് ഉൽപ്പാദന മേഖല ജാഗ്രത പുലർത്തുന്നതിൻ്റെ ഭാഗമാണ് അവരുടെ വിട്ടുനിൽക്കലെന്ന ഔദ്യോഗിക വിശദീകരണം. വിലക്കുറവിൽ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഇന്ത്യൻ ടയർ കമ്പനികൾ വളരെ കൂടുതൽ ചരക്കെടുക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കർഷകർ അത് വിശ്വസിക്കുന്നില്ല. കമ്പനികൾ ശേഖരം സജ്ജമാക്കി തദ്ദേശീയ വില ഉയരുമ്പോൾ ഇത് പുറത്തെടുത്ത് ഇന്ത്യൻ റബ്ബർ നിയന്ത്രിച്ച് വാങ്ങുക എന്ന പഴയ രീതി തുടരുന്നെന്നാണ് കർഷകർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.